ഞാൻ മിമിക്രിക്കാരനായിരുന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ മിമിക്രിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ കലാഭവനിൽ വന്നു. ഞാൻ കലാഭവനിൽ വന്നപ്പോൾ സൈനുദ്ദീൻ, ഞാൻ, റഹ്മാൻ, ജയറാം, പ്രസാദ്, പിന്നെ രവി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ 6 പേരാണ് ഉണ്ടായിരുന്നത് ട്രൂപ്പിൽ. അങ്ങനെ ഈ മിമിക്സ് പ്രോഗ്രാമിന് പോയി വരുമ്പോൾ എല്ലാവർക്കും അടുത്ത പടി ആവണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സിനിമയിലൊക്കെ അഭിനയിക്കും. ഒരു വലിയ ആഗ്രഹമായിരുന്നു. ജയറാമിനുണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹം. സൈനുദ്ദീനുണ്ടായിരുന്നു. സൈനുദ്ദീൻ രഘുനാഥ് പലേരിയുടെ 1 മുതൽ 0 വരെ പടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. പുള്ളി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നപ്പോൾ ഒരു വേഷം വന്നപ്പോൾ എനിക്ക് വിളിച്ചു തന്നു പുള്ളി. അതാണ് 1 മുതൽ 0 എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത്. 4 പേര് കാണുകയും ചെയ്ത ആ പടം. അതൊരു ക്രെഡിറ്റാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലേ. ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് ചെല്ലുകയല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു പിടിയില്ല. സിനിമയെക്കുറിച്ച് ഒന്നും അറിയാനും പാടില്ല. അപ്പോൾ ഞാൻ വന്ന് അപ്പോൾ സൈനുദ്ദീൻ പറഞ്ഞു, എടോ ഡയലോഗ് പഠിച്ചോ എന്ന് പറഞ്ഞു. ഡയലോഗ് തന്നു, അത് പഠിച്ചു. അപ്പോൾ രഘുനാഥ് പലേരി കണ്ടപ്പോൾ തൊഴുതു. ശരി. അപ്പോൾ ഷോട്ടിൽ നിന്ന് അന്ന് ആ പടത്തിൽ അഭിനയിച്ചത് ഗീതു മോഹൻദാസ്, സുരേഷ് ഗോപി, പിന്നെ മേക്കപ്പ് ആൻഡ് പട്ടൺ റഷീദ്, അങ്ങനെ ഒരുപാട് പേര് ആ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചത്. പിന്നെ ഈ ഞാനും. രഘുനാഥ് പലേരിയാണ് ആദ്യത്തെ സംവിധായകൻ. അപ്പോൾ അങ്ങനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല. ഇത് ഇത്രയും ഫ്രീഡം ഇല്ല. ഒന്ന് ചെറിയ ബഹുമാനിച്ച് നിൽക്കുക, തൊഴുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നാണ് ഫ്രീഡം വന്നത്. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമായിരുന്നു. ആ എക്സ്പീരിയൻസ് വെച്ചപ്പോൾ എല്ലാവരോടും നല്ല കോർപ്പറേറ്റീവാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അയായിട്ട് അന്ന് വലിയ സംസാരിക്കാനൊന്നും പോയിരുന്നില്ല. മിക്കവാറും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് പറഞ്ഞു കേൾപ്പിക്കും എല്ലാവരും ഇരുത്തിയിട്ട്. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഏത് പോർഷൻ അഭിനയിക്കുന്നോ ആ അഭിനയിക്കുന്ന പോർഷൻ മാത്രം അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വന്ന് പറഞ്ഞ് നമ്മളെ കേൾപ്പിക്കും. അത്രയും പഠിച്ചാൽ മതി. ഒരുപാട് ലോങ് ഡേയ്സും വേണ്ട. മുമ്പ് ഒരു മാസങ്ങളൊക്കെ കെട്ടിക്കൊടുക്കും. ഇപ്പം 5-6 ദിവസം കൊണ്ട് നമ്മളുടെ പോർഷൻ മാത്രം എടുത്ത് നമ്മൾ വിടും. അത് മിമിക്സ് ആക്ഷൻ 500 എന്ന് പടത്തിൽ, അത് സിൽക്ക് സ്മിതയൊക്കെ ഉണ്ടായ കൂടെ. ആ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു 12 മക്കളാണ്. അതിനകത്തൊരു മകനായിരുന്നു ഞാനും. ആ കൂട്ടത്തിൽ അങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് പാട്ടൊക്കെ പഠിച്ച് അങ്ങനെ രസമായിട്ടൊക്കെ ചെയ്ത് ഡാൻസ് ചെയ്യാൻ നിൽക്കാറുണ്ട് ശരിക്കും. കോട്ടയം നസീർ എൻ്റെ കൂടെ, അബിയുടെ സാഗർ, കൊച്ചിൻ സാഗറിലുണ്ടായിരുന്നതാണ്. പിന്നെ അതിനകത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഞങ്ങൾ ഒന്നിച്ച് മിമിക്രി നടത്തിയിട്ടുള്ളവരാണ്. ഞങ്ങളൊരു മിമിക്രി അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടൊരു പടം എടുത്ത് അയാൾക്ക് കുറേ പൈസ കിട്ടിയെന്നല്ലാണ്ട് ഞങ്ങൾക്ക് 10 പൈസ കിട്ടിയില്ല. അത് എൻ്റെ കൂടെ നായികയായിട്ടുണ്ടെങ്കിൽ ഇനിയൊരാൾ ജനിച്ചു വരണം. ഈ അഭിനയിക്കുന്ന ആൾക്കൊരു യോഗം വേണ്ടേ, അങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ കുറ്റം പറയുന്നതല്ല, സത്യം പറഞ്ഞാണ്. എൻ്റെ കൂടെ നായിക എന്ന് പറയാനായിട്ട് ഹീറോ ആയിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ നായിക എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പേരായിട്ട് അഭിനയിച്ചെന്ന് പറയാം. എന്താണ്, ലക്ഷ്മിപ്രിയ, നമ്മുടെ പാപ്പടത്തിൻ്റെ ലോലിപോപ്പ്, അത് എൻ്റെ പേരായിട്ട് അഭിനയിച്ചു.